Hi everyone, welcome back to Accent Education. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ലേണിംഗ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ഇതാണ് ലെസൺ 1. നമ്മുടെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരോട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കേട്ടോ. ഒന്ന്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളൊരു ബുക്ക് ഡെഫിനറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നിങ്ങളൊക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ പാഷനെ അതിൻ്റെ ഒപ്പം അതേ എന്തൂസിയാസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളത് ഡെഫിനറ്റ് ആയിട്ട് എഴുതിയെടുക്കണം. 2, കേൾക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ഞാൻ പറഞ്ഞില്ല, ഒരു കൂട്ടുകാരനെയോ വീട്ടിലുള്ള ഒരാളെയോ നിങ്ങൾ കണ്ടെത്തുക, അവരുമായിട്ട് ലാംഗ്വേജ് സംസാരിച്ച് തുടങ്ങണം. അതിനൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം എന്താണെന്നറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറക്കെ സ്വയം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. അതായത് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാം, അതായത് ഈ ഓൺലൈനിലൂടെ നമ്മൾ ഓഫർ ചെയ്യുന്ന ഈ ഫ്രീ കോഴ്സ്, ഈ ഫ്രീ ഓൺലൈൻ ട്രെയിനിങ് സെഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ നാവും നിങ്ങളുടെ വായൊക്കെ ഇതിനോട് ഒന്ന് വഴങ്ങണം. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കേൾക്കുന്ന ഓരോ സെൻറ്റൻസസും കൃത്യമായിട്ട് ഉറക്കെ എന്ന് പറയണം. സ്വയം ഇരുന്ന് സ്വന്തമായിട്ട് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് വേണം നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ സ്വായത്തമാക്കാൻ. കാരണം നമുക്കറിയാലോ, നമ്മുടെയൊക്കെ മാതൃഭാഷ മലയാളമാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ നമുക്കൊരു ഫോറിൻ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അത് പഠിച്ചു വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവാം. ഒരു ടെൻഷനും വേണ്ട, നമ്മളൊക്കെ ഇവിടെയുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലേണിംഗ് കോണ്ടന്റിലേക്ക് പോവാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നറിയാമോ? ഗ്രീറ്റിങ്ങിനെ കുറിച്ചാണ്. ഗ്രീറ്റിംഗ് അതായത് നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ സംസാരിച്ച് തുടങ്ങണമല്ലോ, അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ചിലർക്കൊക്കെ അറിയാമായിരിക്കും. നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ടും മുഴുവനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം, ഒരാളെ നമ്മൾ മീറ്റ് ചെയ്യുമ്പം നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? എന്താ, അവരുടെ പേര് ചോദിക്കുമോ? അല്ലെങ്കിൽ വെറുതെ അവരെ നോക്കുമോ? അല്ലെങ്കിൽ മിണ്ടാതെ നിൽക്കുമോ? ഇതൊന്നുമല്ല. ഐഡിയലി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? ടു ഹാവ് എ സ്മൈൽ, അല്ലേ? നല്ലൊരു ചിരിയോടുകൂടി അവരെ ഒന്ന് നോക്കുക, അല്ലേ? നോട്ടം, ചിരിയുണ്ട്, നോട്ടമുണ്ട്. ഇതുകൊണ്ടൊരു ബോഡി ലാംഗ്വേജിൻ്റെ ഭാഗമാണ് ഇവിടെ കമ്മ്യൂണിക്കേഷനിൽ. അടുത്തത് ഒരു ഗ്രീറ്റിംഗ് വരണം, അല്ലേ? ഗ്രീറ്റിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സിറ്റുവേഷൻ ബേസ് ചെയ്ത് ഇത് മാറിക്കൊണ്ടിരിക്കും. അതായത് നമുക്ക് ഫോർമൽ സിറ്റുവേഷൻ ഉണ്ട്, ഇൻഫോർമൽ സിറ്റുവേഷൻ ഉണ്ട്, ശരിയല്ലേ? നിങ്ങൾ ഓഫീസിൽ നിങ്ങളുടെ ബോസിനോട് സംസാരിക്കുന്ന പോലെ ആവില്ല ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത്, ശരിയല്ലേ? അതിപ്പോൾ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ സെറ്റ്, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻഫോർമൽ എന്ന് പറയും. അതുപോലെ തന്നെ ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഒരു മീറ്റിംഗ് ആവാം, ഒരു ഒഫീഷ്യൽ കാര്യമാവാം, അല്ലേ? അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് തികച്ചും ഫോർമലായിട്ടായിരിക്കും. അത് തമാശ കളിയൊന്നുമില്ല, വളരെ ഫോർമലായിട്ട് ടു ദ പോയിന്റ്. അപ്പോൾ ഇംഗ്ലീഷിലും ഇങ്ങനെ 2 തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ഒരു സുഹൃത്തിനോടാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഹായ്, ഹേയ്, അല്ലേ? ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഹായ് എന്നൊരാൾ നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്താ മറുപടി കൊടുക്കുക? ഹായ് അല്ലെങ്കിൽ ഹലോ. വളരെ കാഷ്വലി, സുഹൃത്തുക്കളോടൊക്കെ മാത്രം, ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മളത് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ മീറ്റിങ്ങിൽ ഇരുന്ന് ഹായ് എന്ന് പറയുന്നത് ഫെയർ അല്ല. മീറ്റിങ്ങിൽ ഇരുന്ന് ചെയ്യാം, പക്ഷേ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ അല്ലെങ്കിൽ പരിചയക്കാരനെ കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഡെഫിനറ്റ് ആയിട്ടും ഫോർമൽ എക്സ്പ്രഷൻസ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യത്തെ കാര്യം ഒന്ന് ചിരിക്കുക, അവരുടെ മുഖത്ത് നോക്കുക, അല്ലേ? അതിനുശേഷം നമ്മളൊരു ഹായ് പറയുന്നു, മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഹലോ എന്നോ ഹായ് എന്നൊക്കെ അവർ മറുപടി പറയും. നോക്കണേ, നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർചേഞ്ച് ഓഫ് ഐഡിയാസ്, അല്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് നല്ലൊരു കോൺവെർസേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്ന 2-3 എക്സ്പ്രഷനോട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഒരു എക്സ്പ്രഷനാണ് ഹേയ്. ഹേയ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒപ്പം, നമുക്ക് പരിചയക്കാരൻ്റെ ഒപ്പം നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഹായ് അല്ലെങ്കിൽ ഹലോ പോലെ തന്നെയാണ് ഹേയ്. ഹേയ് എന്ന് പറയില്ലേ ഒരു സുഹൃത്തിനെ നോക്കി? അപ്പോൾ അവരും പറയും ഹേയ്. വളരെ ഇൻഫോർമലായിട്ട്, വളരെ പ്ലസൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു റാപ്പോ റീബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സ്പ്രഷനാണ് വാട്സാപ്പ്. വാട്സാപ്പ് അല്ല കേട്ടോ. വാട്സാപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഫോണിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഇത് വാട്സാപ്പ്. എന്തുണ്ട് വിശേഷം, അല്ലേ? സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നതിന് ഈക്വലായിട്ട് ഹലോയ്ക്ക് തുല്യമായിട്ട് വരുന്ന ഒരു എക്സ്പ്രഷനാണ് വാട്സാപ്പ്, അല്ലേ? സുഹൃത്തിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം വാട്സാപ്പ് ബാഡി, വാട്സാപ്പ് ബ്രോ, അല്ലേ? എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇനിയുള്ള അടുത്ത എക്സ്പ്രഷനാണ് ഹൗ യു ഡൂയിങ്. നിങ്ങൾ കേട്ടിട്ടുള്ളത് ഹൗ ആർ യു ഡൂയിങ് എന്നായിരിക്കാം. അത് കറക്റ്റാണ്.
ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൗ യു ഡൂയിങ് എന്നാണ്. ഗ്രാമാറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നാം, ശരിയാണ്. പക്ഷേ ഇത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. വീണ്ടും എന്തുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് തുല്യമായിട്ട് വരുന്നു. ഹൗ യു ഡൂയിങ്, ഹൗ യു ഡൂയിങ് അല്ലേ. വളരെ വാമായിട്ടുള്ള ഒരു ഇൻഫോർമൽ വേ ആണ് ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കാണുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹൗ യു ഡൂയിങ്. അപ്പോൾ നമ്മൾ കണ്ടു ഹായ്, ഹലോ, ഹേയ്, വാട്ട്സ്ആപ്പ്, ഹൗ യു ഡൂയിങ്, ഹൗ യു ഡൂയിങ്. അടുത്തൊരു എക്സ്പ്രഷനാണ് ഹൗ ഇസ് ലൈഫ് അല്ലെ. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു, ഹൗ ഇസ് ലൈഫ്. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഹൗ ഇസ് ലൈഫ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളിത് വീണ്ടും 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 പറയണം കേട്ടോ, പലവട്ടം പറയണം. ഹൗ ഇസ് ലൈഫ്, ഹൗ ഇസ് ലൈഫ്. എങ്ങനെയുണ്ട് ജീവിതം, നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഹൗ ഇസ് ലൈഫ്. അല്ലെങ്കിൽ വേറെ നമുക്ക് ചോദിക്കാം വാട്ട്സ് ന്യൂ, എന്താണ് പുതിയ വിശേഷം, എന്താണ് പുതുതായിട്ടുള്ളത്, വാട്ട്സ് ന്യൂ എന്ന് പറഞ്ഞ് വാട്ട്സ് ന്യൂ, വാട്ട്സ് ന്യൂ. അതുപോലെ തന്നെ വേറെ ഒന്നാണ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, എങ്ങനെ പോകുന്നു അല്ലേ. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കാഷ്വൽ ആയിട്ടുള്ള ഇൻഫോർമൽ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് സിറ്റുവേഷൻസിലൊക്കെ പലപ്പോഴും നേറ്റീവ് സ്പീക്കേഴ്സ്, അതായത് ബ്രിട്ടീഷുകാരോ അമേരിക്കക്കാരൊക്കെ പോലെ ഇംഗ്ലീഷ് മാതൃഭാഷയായിട്ട് ഉപയോഗിക്കുന്നവരൊക്കെ ഗ്രാമർ നോക്കിയിട്ടൊന്നും അല്ല സംസാരിക്കുന്നത്, വളരെ ഇൻഫോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭാഷ നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും കാഷ്വൽ എക്സ്പ്രഷൻസ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പോകുമ്പോഴോ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിക്കാൻ നിങ്ങളെ ഡെഫിനറ്റ് ആയിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ ഗ്രാമറിനെ കുറിച്ചൊന്നും ഈ സിറ്റുവേഷൻ നിങ്ങൾ തലപോഞ്ഞ് ആലോചിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് പഠിച്ചു വെക്കുക, അത് എവിടെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കുക, അത് ഉപയോഗിച്ച് തുടങ്ങുക. അപ്പോൾ നിങ്ങളത് ഡെഫിനറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ച കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, ഇൻഫോർമൽ സിറ്റുവേഷൻസിൽ, കാഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു കാര്യമാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗ്രീറ്റിംഗ്സ് ആണ് ഇൻഫോർമൽ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാമെന്ന്. ഇനി നമുക്ക് ഫോർമൽ സിറ്റുവേഷനിലേക്ക് ഒന്ന് പോയാലോ. ഒരു ഓഫീസിലോ ഒരു മീറ്റിങ്ങിലോ നമ്മുടെ ഒരു എന്താ പറയുക സീനിയർ ആയിട്ടുള്ള ഒരാളെ കാണുമ്പോഴോ നല്ല പൊസിഷനിലിരിക്കുന്ന ഒരാളെ കാണുമ്പോഴോ ഒരു കുറച്ച് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഫോർമൽ സിറ്റുവേഷൻസിലുള്ള ഗ്രീറ്റിംഗ്സ് ഉപയോഗിക്കണം. അപ്പം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞു ഹായ് ഹലോ ഒക്കെ ഇൻഫോർമലിലാണ് ഉപയോഗിക്കുന്നതെന്ന്. അതിലെ ഹലോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് ഫോർമൽ സിറ്റുവേഷനിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹലോ ഹലോ അല്ലെ, ഒരു ഫോർമൽ സിറ്റുവേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, തെറ്റൊന്നുമില്ല. എന്നാൽ അതിലും മനോഹരമായിട്ടുള്ള കുറേ എക്സ്പ്രഷൻസ് എനിക്ക് പറയാനുണ്ട് കേട്ടോ. അതിലൊന്നാമത്തെ സെറ്റാണ് നമ്മൾ നോർമലി ആളുകളെ ഗ്രീറ്റ് ചെയ്യുന്ന ഒരു രീതി. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് അല്ലേ. വളരെ ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ചിലപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ഒപ്പം നമ്മൾ പോയിട്ട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഫോർമലായിപ്പോവും. അപ്പോൾ നമ്മൾ കൂട്ടുകാരുടെ എന്താ പറയുന്നത്, അത്ര ഫോർമാലിറ്റി വേണ്ട കേട്ടോ അല്ലേ, നമ്മൾ സാധാരണ പറയാറുണ്ട് തമാശയായിട്ട്. അപ്പോൾ അത് കാരണം എന്താ, ഇത് ഫോർമൽ സിറ്റുവേഷൻ ആണ്, അത് അവർക്ക് ആവശ്യമില്ല. അവർക്കൊരു ഹായ് ഹലോ വാട്സ്ആപ്പ് ഡ്യൂഡ് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ മതി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയും, ഗുഡ് മോർണിംഗ്, രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ആഫ്റ്റർനൂൺ ആണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഈവനിങ് ആണെങ്കിൽ ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങൾ ഒരു സിറ്റുവേഷനൊക്കെ അനുസരിച്ച് ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ കേട്ടോ. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഇനി അതിനൊപ്പം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ് ഹൗ യു. ഹൗ യു വളരെ ഫോർമലായിട്ടുള്ള സിറ്റുവേഷൻ ആണ് കേട്ടോ, വളരെ ഫോർമലായിട്ടുള്ള ചോദ്യമാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. ഞാൻ കണ്ടിട്ട് വിദേശികളൊക്കെ സംസാരിക്കുന്നത് ഗുഡ് മോർണിംഗ്, ഹൗ യു, ഹൗ യു. അപ്പോൾ നമ്മളൊരു മറുപടി കൊടുക്കും. എന്താ ഹൗ യുവിൻ്റെ മറുപടി, ഐം ഫൈൻ അല്ലെങ്കിൽ ഐം എക്സലന്റ്, താങ്ക് യു ആൻഡ് യു. അത് അതിൻ്റെ ഒരു കേർട്ടസിയാണ്, നമ്മൾ തിരിച്ചു ചോദിക്കണം. എനിക്ക് സുഖമാണ്, സന്തോഷം, അല്ലെങ്കിൽ നന്ദി, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് നമ്മൾ ചോദിക്കില്ലേ. അപ്പം ഐം ഫൈൻ അല്ലെങ്കിൽ ഐം ഗുഡ്, ഐം ഓക്കെ, താങ്ക് യു ആൻഡ് യു. കണ്ടോ, ഒന്ന് പറഞ്ഞു നോക്കിയേ. How are you? I'm fine, thank you, and you. A very formal way of asking, a very formal way of responding. ചോദ്യവും വളരെ ഫോർമലാണ്, ഉത്തരവും വളരെ ഫോർമലാണ്. നമുക്ക് വളരെ ഫോർമലായിട്ട് നമ്മുടെ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ കണ്ടു, ഗ്രീറ്റിംഗ് കണ്ടു, ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞാൽ വിഷ് ചെയ്യുന്ന കണ്ടു. ഇനി നമുക്ക് അടുത്ത എക്സ്പ്രഷനിലേക്ക് പോവാം. ഇനി വേറൊരു സാധനമുണ്ട് കേട്ടോ, ഫോർമൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കാവുന്ന, ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല, എന്നാലും നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഹൗ ഡു യു ഡു, ഹൗ ഡു യു ഡു, ഹൗ ഡു യു ഡു എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഹൗ ആർ യു പോലെ നമുക്ക് തോന്നാം, പക്ഷേ അതിന് ഉത്തരം എന്തായിരിക്കണം എന്നറിയാവോ, അത് ഹൗ ഡു യു ഡു തന്നെയാണ്. ഹൗ ഡു യു ഡു, ഹൗ ഡു യു ഡു. ഞാൻ പറഞ്ഞില്ലേ, ദാറ്റ്സ് ഈക്വൽ ടു എ ഹായ്. ഹലോ ഹായ് ഒക്കെ പറയുന്ന പോലെ ഫോർമലി നമ്മൾ പറയുന്ന ഒരു സാധനമാണ് ഹൗ ഡു യു ഡു. സുഖമാണോ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഹലോ എന്ന് പറയുന്നൊരു ഗ്രീറ്റിങ്ങിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ മീറ്റിങ്ങിലൊക്കെ പോകുന്നു, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഹൗ ഡു യു ഡു, ഹൗ ഡു യു ഡു. കണ്ടോ, നമ്മൾ അങ്ങനെ സ്ലോലി ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുവാണ് ഫോർമൽ ആയിട്ടുള്ള മാനറിൽ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കണേ. ഇനി വേറൊരു കാര്യം, ഈ ഹായ് ഹലോ എന്ന് പറഞ്ഞ ഗ്രീറ്റിംഗ് മാത്രമാണ് കേട്ടോ.
ഇനി ഇവരുടെ പേര് ചോദിക്കുക, നമ്മുടെ പേര് പറയുക, ഇങ്ങനെയൊരു ചടങ്ങ് കൂടെ നമുക്കുണ്ട്. ശരിയല്ലേ? കാരണം പ്രത്യേകിച്ച് ആദ്യം കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അവരുടെ പേര് ചോദിക്കണം. ഇനി അറിയാവുന്നവരാണെങ്കിൽ പേര് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ എന്തൊക്കെ സിറ്റുവേഷൻസിൽ എന്തൊക്കെ ഉപയോഗിക്കാം എന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ അറിയാവുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വീണ്ടും കണ്ടതിൽ സന്തോഷം, അല്ലേ? കാണാൻ സാധിച്ചതിൽ സന്തോഷം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിന് ഉപയോഗിക്കാവുന്ന ഒരു ഫോർമൽ എക്സ്പ്രഷനാണ് പ്ലീസ്ഡ് ടു മീറ്റ് യു, അല്ലെങ്കിൽ നൈസ് ടു മീറ്റ് യു, അല്ലെങ്കിൽ ഗ്ലാഡ് ടു മീറ്റ് യു. കണ്ടോ? കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം, കാണാൻ സാധിച്ചതിൽ സന്തോഷം. നമ്മൾ ഫോർമലായിട്ടാണ് പറയുന്നത് കേട്ടോ. നമ്മൾ മുമ്പേ പറഞ്ഞു ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അതിനുശേഷം നമ്മൾ പേരൊക്കെ അറിയാമല്ലോ നമുക്ക്. അതിനുശേഷം നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ഹൗ ഡു യു ഡു, ഹൗ ഡു യു ഡു, പ്ലീസ് ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു ടു. ഇങ്ങനെയാണ് കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പം ഫോർമലായുള്ള സിറ്റുവേഷനിൽ അറിയാവുന്ന ഒരാളെ കാണുമ്പോൾ എന്ത് സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഫോർമൽ ആയിക്കോട്ടെ ഇൻഫോർമൽ ആയിക്കോട്ടെ, ഒരു വ്യക്തിയുടെ പേര് നമുക്കറിയണമെങ്കിൽ എന്ത് ചോദിക്കണം? വാട്ട്സ് യുവർ നെയിം? നോ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം അതിലൊരു റെസ്പെക്റ്റ് ഇല്ല, അതിലൊരു മാനേഴ്സ് ഇല്ല. നമ്മൾ കുറച്ചുകൂടെ മനോഹരമായിട്ട് ചോദിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? മേ ഐ നോ യുവർ നെയിം പ്ലീസ്, ഓർ യുവർ നെയിം പ്ലീസ്. പക്ഷേ ഇതിലൊരു വീണ്ടും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഏറ്റവും മര്യാദയുള്ള കാര്യം എന്താണെന്നറിയാമോ? ആദ്യം നമ്മുടെ പേര് പറയുക, എന്നിട്ട് അവരുടെ പേര് ചോദിക്കുക. ക്ലിയർ ആണോ? അപ്പം ഞാൻ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ പറയുന്നു ഐ എം ജിജോ, ക്യാൻ ഐ നോ യുവർ നെയിം പ്ലീസ്. അതാണ് മര്യാദ. എൻ്റെ പേര് ജിജോ എന്നാണ്, താങ്കളുടെ പേരെന്ന് പറയാവോ, താങ്കളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ പോയിട്ട് നിന്റെ പേരെന്താടാ എന്ന് ചോദിക്കുന്നത് അത്ര മര്യാദയുള്ള കാര്യമല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഐ എം ജിജോ, മേ ഐ നോ യുവർ നെയിം പ്ലീസ്, ക്യാൻ ഐ നോ യുവർ നെയിം പ്ലീസ്, യുവർ നെയിം പ്ലീസ്. ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. വീണ്ടും പലരും തെറ്റായി ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, യുവർ ഗുഡ് നെയിം പ്ലീസ്. ദാറ്റ്സ് എ റോങ് യൂസേജ്. അത് തെറ്റായിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നില്ലാത്തൊരു എക്സ്പ്രഷനാണ്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട. ഓൾറൈറ്റ്? അപ്പോൾ നമ്മൾ സ്ട്രക്ചേഴ്സ് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ അറിയില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ പേര് പറയുന്നു ഐ എം ജിജോ, ക്യാൻ ഐ നോ യുവർ നെയിം പ്ലീസ്, ഐ എം ജോൺ. അപ്പം നമുക്ക് മുമ്പേ ഉപയോഗിച്ചൊരു എക്സ്പ്രഷൻ ഉപയോഗിക്കാം. നൈസ് ടു മീറ്റ് യു മിസ്റ്റർ ജോൺ, നൈസ് ടു മീറ്റ് യു. കണ്ടോ? കാണാൻ സാധിച്ചതിൽ സന്തോഷം. അപ്പോൾ എനിവേ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത് വന്നത് ഗ്രീറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ എങ്ങനെ ആളുകളെ ഗ്രീറ്റ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു. ശരിയല്ലേ? ശ്രദ്ധിക്കണേ, നമ്മുടെ പ്രോഗ്രാമിൽ പലതരത്തിലുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ക്ലാസ്സുകളൊക്കെ നമ്മൾ സെഷൻ 1, 2, 3 ഇങ്ങനെ സീരീസ് ഓഫ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടീമിലുള്ള വേറെ ട്രെയിനേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ട്രെയിനിങ്സ് ഉണ്ടായിരിക്കും. അത് കുറച്ച് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിലായിരിക്കും വരുന്നത്. പക്ഷേ ഈ ക്ലാസ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മറ്റേതൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച കമ്മ്യൂണിക്കേഷൻ ഭാഗത്തിനെ കുറിച്ചാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഗ്രാമർ വരുന്നുണ്ട്, ഫ്ലുവൻസി എൻഹാൻസ്മെൻറ്റ് വരുന്നുണ്ട്, വൊക്കാബുലറി ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഡെയിലി ഉപയോഗിക്കാവുന്ന സിറ്റുവേഷൻസ്, കോൺവെർസേഷൻസ്, അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന സ്ട്രക്ചേഴ്സ്, ഇഡിയംസ്, ഫ്രേസസ്, ഇങ്ങനെയുള്ള 100 കണക്കിന് കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടുകൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഇംഗ്ലീഷിനെ സ്നേഹിച്ച് തുടങ്ങുക, സംസാരിച്ച് തുടങ്ങുക, പ്രാക്ടീസ് തുടങ്ങുക. ഇംഗ്ലീഷും നിങ്ങളുടെ ഒപ്പം വരും. So let's all start communicating in English. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉടൻ തന്നെ കണ്ടുമുട്ടും. All the very best. Have a wonderful day.